പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, 100 ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ അനുജ. നോക്കാം 100 വാർത്തകൾ വളരെ വേഗത്തിൽ. ആദ്യം പ്രധാന വാർത്തകൾ. സെമി ഹൈസ്പീഡ് റെയിൽ പാതയ്ക്കായി ഭൂമി ഏറ്റെടുക്കാൻ മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി. ഭൂമി ഏറ്റെടുക്കാൻ 2100 കോടി രൂപ സംസ്ഥാന വിഹിതം. കിഫ്ബിയിൽ നിന്ന് പണം വായ്പയെടുക്കും. സംസ്ഥാനത്ത് വാക്സിൻ ഉത്പാദന കേന്ദ്രം തുടങ്ങും. ഉത്പാദന യൂണിറ്റ് തിരുവനന്തപുരം തോന്നയ്ക്കലിൽ. സംസ്ഥാനത്ത് 27 താത്കാലിക ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതികളെ സ്ഥിരം കോടതികളാക്കും. 10 വീതം പുതിയ തസ്തികകൾ. KSRTCയിലെ 100 കോടി ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണത്തിന് അനുമതി. ഗതാഗത മന്ത്രിയുടെ ശുപാർശ മുഖ്യമന്ത്രി അംഗീകരിച്ചു. അക്കൌണ്ട് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് വീഴ്ച സംഭവിച്ചതായി ഓഡിറ്റ് റിപ്പോർട്ട്. സംസ്ഥാന BJPയിൽ ഭിന്നത രൂക്ഷം. വിവാദങ്ങളിൽ K. സുരേന്ദ്രനെ പ്രതിരോധിക്കേണ്ടി വന്നതിൽ കേന്ദ്ര നേതൃത്വത്തെ അതൃപ്തി അറിയിച്ച് മുരളീധര വിരുദ്ധ വിഭാഗം. K. സുരേന്ദ്രനെതിരെ നടപടി ഉറപ്പാക്കണമെന്ന് നേതാക്കൾ. K. സുരേന്ദ്രനെ പിന്തുണച്ച് BJP സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ്. സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയേണ്ടെന്ന് JP നദ്ദയ്ക്ക് റിപ്പോർട്ട്. K. സുരേന്ദ്രൻ ഡൽഹിയിൽ തുടരുന്നു. മുട്ടിൽ മരമുറി കേസിൽ അന്വേഷണം തടയണമെന്ന പ്രതികളുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. പുറത്തുവന്നത് മഞ്ഞുമലയുടെ അറ്റം മാത്രമെന്ന് സർക്കാർ. അനുമതി നൽകിയ ഉദ്യോഗസ്ഥരെതിരെ എന്ത് നടപടിയെടുത്തുവെന്ന് കോടതി. ഉന്നത ബന്ധമുള്ള കേസെന്ന് സർക്കാർ. പെരുമ്പാവൂരിലേക്ക് തടി കടത്തിയ ലോറി വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. വയനാട് മുട്ടിൽ മരം കൊള്ളയ്ക്ക് ശേഷം വനംവകുപ്പ് കണ്ടെത്തലുകൾ അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി റോജി അഗസ്റ്റിൻ വ്യാജരേഖകൾ ചമച്ചു. സീനിയർ സൂപ്രണ്ടിന്റെ സഹായത്തോടെ അനുമതി അപേക്ഷയുടെ തീയതിയിൽ മാറ്റം വരുത്തിയതിന് തെളിവുകൾ. കോഴിക്കോട് ഫ്ലൈയിംഗ് സ്ക്വാഡ് DFO ധനേഷ് കുമാറിന്റെ റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ഉണ്ട്. ഇടുക്കി ജില്ലയിലും മരം മുറി വിവാദം. നെടുങ്കണ്ടത്ത് റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ അനുമതിയില്ലാതെ മരം മുറിച്ച പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്കെതിരെ കേസ്. മഴക്കാലത്ത് അപകട ഭീഷണി ഉയർത്തിയ മരങ്ങൾ മാത്രമാണ് മുറിച്ചതെന്ന് PWD ഉദ്യോഗസ്ഥർ. 10 മരങ്ങൾ മുറിച്ചു നീക്കാൻ മാത്രമാണ് അനുമതി നൽകിയതെന്ന് റവന്യൂ വകുപ്പ്. കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ഉണ്ട്. നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സർക്കാർ രാഷ്ട്രീയമായി തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന പരാതിയുമായി BJP. ഗവർണർക്ക് പരാതി നൽകും. വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം. സംസ്ഥാന BJPയിലെ വിവാദങ്ങളിൽ കടുത്ത അതൃപ്തിയുമായി RSS. സംഘടനയുടെ പണം ധർമ്മരാജനെ ഏൽപ്പിച്ചത് തെറ്റെന്ന് തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന മുതിർന്ന പ്രചാരകന്മാർ. ഹെലികോപ്റ്ററിലും കാറിലും പോകുന്ന നേതാക്കൾക്ക് ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നില്ലെന്ന് വിമർശനം. കൊടകര കേസിൽ കവർച്ച ചെയ്യപ്പെട്ട പണം തിരികെ നൽകണമെന്ന ധർമ്മരാജന്റെ ഹർജി കോടതി മടക്കി. ഹർജിയിലെ പിഴവുകൾ പരിഹരിച്ച് വീണ്ടും സമർപ്പിക്കാം. പരാതിക്കാരനായി ഇടതുപക്ഷ സ്ഥാനാർത്ഥി VV രമേശിന്റെ മൊഴി രേഖപ്പെടുത്തി. BJPയെ സംസ്ഥാന സർക്കാർ വേട്ടയാടുന്നുവെന്ന് MT രമേശ്. പണം തട്ടിയത് CPIM-ന് വേണ്ടി കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന സംഘം. നടക്കുന്നത് K. സുരേന്ദ്രനെ കള്ളക്കേസിൽ കുടുക്കി വേട്ടയാടാനുള്ള ശ്രമം. സുന്ദര പത്രിക പിൻവലിച്ചത് സ്വന്തം ഇഷ്ടപ്രകാരമെന്നും MT രമേശ്. സംസ്ഥാനത്ത് 16,204 പുതിയ കോവിഡ് ബാധിതർ. 156 മരണം കൂടി സ്ഥിരീകരിച്ചു. 20,237 പേർക്ക് രോഗമുക്തി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14.09%. MLA-മാരുടെ ആസ്തി വികസന ഫണ്ട് വെട്ടിക്കുറച്ചു. ഫണ്ട് ഇക്കൊല്ലം 1 കോടി രൂപ മാത്രം. 4 കോടി കോവിഡ് പ്രതിരോധത്തിന് ഉപയോഗിക്കും. കോവിഡ് പ്രതിരോധത്തിന് മണ്ഡലത്തിൽ പണം ചെലവഴിക്കാൻ അനുവദിക്കണമെന്ന ആവശ്യം തള്ളി. TPR നിരക്ക് കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിയന്ത്രണം കർക്കശമാക്കുമെന്ന് മുഖ്യമന്ത്രി. ജൂൺ 15 സോഫ്റ്റ്വെയർ സഹായത്തോടെ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യും. പരമാവധി 3 ദിവസം കൊണ്ട് മരണകാരണം സ്ഥിരീകരിച്ച് കുടുംബത്തിന് വിവരം ലഭ്യമാക്കും. സ്വകാര്യ ബസ്സുകൾക്കും ഓട്ടോ ടാക്സികൾക്കും ആശ്വാസ തീരുമാനവുമായി സർക്കാർ. വാഹന നികുതി അടയ്ക്കേണ്ട സമയം നീട്ടി. ഓട്ടോ ടാക്സികൾക്ക് ഓഗസ്റ്റ് 31 വരെ നികുതി ഇളവ്. സ്റ്റേജ് കാരേജ് വാഹനങ്ങൾക്കും ആനുകൂല്യം. പെട്രോളിയം ഉത്പന്നങ്ങളുടെ നികുതി കുറയ്ക്കണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാർ തള്ളി. പെട്രോളും ഡീസലും GST പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിനെ പിന്തുണയ്ക്കില്ലെന്ന് ധനമന്ത്രി. വിലവർധന ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല. വില കുറയ്ക്കാൻ ഒന്നിച്ചാവശ്യപ്പെടാമെന്ന് ധനമന്ത്രി. ജനങ്ങളെ പിഴിയുന്നതിന്റെ പങ്ക് പറ്റുകയാണ് സംസ്ഥാന സർക്കാരെന്ന് പ്രതിപക്ഷം. രാജ്യത്ത് ഇന്നും ഇന്ധനവില കൂട്ടി. പെട്രോളിന് 25 പൈസയും ഡീസലിന് 27 പൈസയും വർദ്ധിപ്പിച്ചു. ഈ മാസം വില കൂട്ടുന്നത് 5ാം തവണ. രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങി കോൺഗ്രസ്. കോൺഗ്രസിലെ ജംബോ കമ്മിറ്റികൾ പിരിച്ചുവിടണമെന്ന് K. മുരളീധരൻ. പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ K. സുധാകരന് കഴിയും. കോൺഗ്രസിന്റെ BJP മൃദു സമീപനം ന്യൂനപക്ഷങ്ങളെ അകറ്റിയെന്നും K. മുരളീധരൻ. സംസ്ഥാന കോൺഗ്രസിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച് നിർദ്ദേശം തേടി കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി. ഹൈക്കമാൻഡ് തീരുമാനങ്ങളിൽ മുതിർന്ന നേതാക്കളുടെ നിലപാട് സംബന്ധിച്ചും വിവരങ്ങൾ തേടി. മുല്ലപ്പള്ളിയെ മാറ്റിയത് പൊതു സാഹചര്യം കണക്കിലെടുത്തെന്ന് ഹൈക്കമാൻഡ്.
പ്രസവ ശുശ്രൂഷ കിട്ടാതെ കോവിഡ് ബാധിതയായ ആദിവാസി സ്ത്രീയുടെ നവജാത ശിശു മരിച്ചെന്ന് പരാതി. സംഭവം പാലക്കാട് ജില്ലാ മാതൃ ശിശു ആശുപത്രിയിൽ. 7 മാസം ഗർഭിണിയായിരുന്ന യുവതിയെ ലേബർ റൂമിലേക്ക് മാറ്റിയില്ലെന്ന് പരാതി. വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് ആശുപത്രി സൂപ്രണ്ട്. രാജ്യത്ത് പ്രതിദിന കോവിഡ് ബാധിതർ 2ാം ദിവസവും 1 ലക്ഷത്തിൽ താഴെ. 24 മണിക്കൂറിടെ 92,596 പോസിറ്റീവ് കേസുകളും 2,219 മരണവും. രോഗമുക്തി നിരക്ക് 94.55%. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാളെ ഉന്നതതല യോഗം. GB പന്ത് ആശുപത്രിയിൽ മലയാളം സംസാരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയ നഴ്സിംഗ് സൂപ്രണ്ട് മാപ്പ് പറഞ്ഞു. ക്രിയാത്മക ഉദ്ദേശത്തോടെയാണ് സർക്കുലർ പുറപ്പെടുവിച്ചതെന്ന് വിശദീകരണം. തന്റെ ഭാഗം വിശദീകരിക്കാൻ അവസരം ലഭിച്ചില്ലെന്നും സർക്കുലർ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടെന്നും നഴ്സിംഗ് സൂപ്രണ്ട്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. 40 ദിവസത്തേക്ക് കേരള തീരത്ത് യന്ത്രവത്കൃത വള്ളങ്ങൾക്ക് മത്സ്യബന്ധനത്തിന് അനുമതിയില്ല. തൊഴിലാളികൾക്ക് പരമ്പരാഗത വള്ളങ്ങളിൽ മീൻ പിടിക്കാം. കാലവർഷം 2 ദിവസത്തിനുള്ളിൽ സജീവമാകും. സംസ്ഥാനത്ത് വെള്ളി മുതൽ ഞായർ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഞായറാഴ്ച 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വെള്ളിയാഴ്ച 11 ജില്ലകളിലും ശനിയാഴ്ച 13 ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. ലക്ഷദ്വീപിൽ മത്സ്യബന്ധന ബോട്ടുകളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ വേണമെന്ന ഉത്തരവ് പിൻവലിച്ച അഡ്മിനിസ്ട്രേറ്റർ. നടപടി സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രതിഷേധത്തെ തുടർന്ന്. ഭരണപരിഷ്കാരങ്ങൾക്കെതിരായ ദ്വീപ് നിവാസികളുടെ പ്രതിഷേധം തുടരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് നടപടി ശരിവെച്ച് ഹൈക്കോടതി. കോഫി പോസ ചോദ്യം ചെയ്ത് KT രമേശ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ഉത്തരവ് കസ്റ്റംസ് തുടർ നടപടികൾക്ക് തയ്യാറെടുക്കവേ കേസിൽ KT രമേശിന്റെ സഹായി മൻസൂർ പിടിയിൽ. ബിനീഷ് കോടിയേരിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വീണ്ടും മാറ്റി. EDയുടെ അഭിഭാഷകൻ കോവിഡ് കാരണം ഹാജരായില്ല. ജാമ്യ ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെക്കുന്നത് 8ാം തവണ. അടുത്ത ബുധനാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. ഇന്ത്യയോട് പ്രതിജ്ഞാബദ്ധമാണെന്ന് ആവർത്തിച്ച് ട്വിറ്റർ. പുതിയ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിനായി എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് ഉറപ്പ് നൽകി. നടപടികളുടെ പുരോഗതി കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതായും സർക്കാരുമായുള്ള ക്രിയാത്മക ചർച്ചകൾ തുടരുമെന്നും ട്വിറ്റർ വക്താവ്. കാട്ടാക്കടയിൽ വിദ്യാർത്ഥികളെ പോലീസ് മർദ്ദിച്ചെന്ന പരാതിയിൽ പോലീസ് നടപടിയിൽ വീഴ്ച സംഭവിച്ചുവെന്ന് കണ്ടെത്തൽ. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കസ്റ്റഡിയിലെടുത്തപ്പോൾ ജാഗ്രത കാട്ടിയില്ല. കാട്ടാക്കട ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിന്മേൽ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടിക്ക് DIGയുടെ ശുപാർശ. IGക്ക് റിപ്പോർട്ട് കൈമാറി. കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റി. പരീക്ഷകൾ നടക്കുക ഈ മാസം 21 മുതൽ. ലോക്ഡൌൺ നീട്ടിയാൽ പ്രത്യേക അനുമതി തേടുമെന്ന് അധികൃതർ. ഓൺലൈൻ വിദ്യാഭ്യാസത്തിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ സെക്രട്ടറി തല കമ്മിറ്റി രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി. ഇന്റർനെറ്റ് പ്രൊവൈഡർമാർ ഈടാക്കുന്ന സർവീസ് ചാർജ് സൗജന്യ നിരക്കിൽ നൽകണമെന്ന് അഭ്യർത്ഥിക്കും. ആദിവാസി കുട്ടികൾക്ക് പ്രഥമ പരിഗണന നൽകി എല്ലാവർക്കും ഡിജിറ്റൽ വിദ്യാഭ്യാസം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി. ഇതിനായി പ്രത്യേക നിധി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വ്യാജ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി മലമ്പുഴ പോലീസ്. എടാംപറമ്പ് P പ്രതീഷിനെ ആലത്തൂരിലെ വീട്ടിലടക്കം എത്തിച്ച് തെളിവെടുക്കും. ഇയാൾക്കെതിരെ സാമ്പത്തിക ക്രമക്കേടും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. 2ാമത് സനിൽ ഫിലിപ്പ് ഫൗണ്ടേഷൻ മാധ്യമ പുരസ്കാരം മാതൃഭൂമി ന്യൂസ് ഡെപ്യൂട്ടി എഡിറ്റർ D പ്രമേഷ് കുമാറിന് സമ്മാനിച്ചു. സ്പീക്കർ MB രാജേഷ് പുരസ്കാരം വിതരണം ചെയ്തു. 25,000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ദേശീയ വാർത്തകൾ. നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ. ക്വിന്റലിന് 72 രൂപ വർദ്ധിപ്പിച്ചു. പുതിയ താങ്ങുവില 1940 രൂപ. എള്ളിന് ക്വിന്റലിന് 482 രൂപയും വർദ്ധിപ്പിച്ചു. തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തിക കാര്യമന്ത്രിസഭാ സമിതി യോഗത്തിൽ. വാക്സിൻ ക്ഷാമം ഇല്ലെന്ന് ആവർത്തിച്ച കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 1.33 കോടി ഡോസ് വാക്സിൻ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും കൈവശമുണ്ട്. 3 ലക്ഷം ഡോസ് വാക്സിൻ തയ്യാറാണെന്നും 3 ദിവസത്തിനുള്ളിൽ ലഭ്യമാകുമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ജിതിൻ പ്രസാദ് BJPയിൽ ചേർന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചു. AICC ജനറൽ സെക്രട്ടറിയായി ജിതിൻ പ്രസാദ് കോൺഗ്രസിലെ വിമത വിഭാഗമായ G23 അംഗമായിരുന്നു. ടൂൾ കിറ്റ് കേസിൽ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രമൺ സിംഗും സംപിത് പത്രയും ബിലാസ്പൂർ ഹൈക്കോടതിയിൽ. കാൺപൂർ പോലീസ് തെറ്റായി FIR രജിസ്റ്റർ ചെയ്തുവെന്ന് പരാതി. പൊതു ഡൊമൈൻ അവതരിപ്പിച്ച ടൂൾ കിറ്റിൽ കമന്റ് ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നും ഹർജിയിൽ. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ബസ്സും ട്രക്കും കൂട്ടിയിടിച്ച് 17 മരണം, 24 പേർക്ക് പരുക്ക്. അനുശോചനം അറിയിച്ച പ്രധാനമന്ത്രി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. ജാർഖണ്ഡിൽ ശനി ഞായർ ദിവസങ്ങളിൽ സമ്പൂർണ്ണ ലോക്ഡൌൺ. അവശ്യ സേവനങ്ങൾക്ക് മാത്രം അനുമതി. നടപടി പ്രതിദിന കോവിഡ് കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ.
കോവിഡ് വാക്സിൻ വിതരണത്തിൽ മുൻഗണന നൽകണമെന്നാവശ്യപ്പെട്ട് കോൾ ഇന്ത്യ ലിമിറ്റഡ്. കോവിഡ് ബാധിച്ച് ജീവൻ നഷ്ടമായത് കമ്പനിയിലെ 400 തൊഴിലാളികൾക്ക്. കോൾ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത് 2,59,000 പേർ. അടിയന്തരമായി സർക്കാർ 10 ലക്ഷം ഡോസ് വാക്സിൻ അനുവദിക്കണമെന്ന് കമ്പനി. നാഗാലാൻഡിലെ ലോക്ഡൌൺ ജൂൺ 18 വരെ നീട്ടി. സംസ്ഥാനത്ത് പുതുതായി റിപ്പോർട്ട് ചെയ്തത് 133 കോവിഡ് പോസിറ്റീവ് കേസുകൾ. സ്വകാര്യ ലാബുകൾക്ക് കോവിഡ് ടെസ്റ്റ് നിരക്ക് പരിധി നിശ്ചയിച്ച് ചണ്ഡീഗഡ് ഭരണകൂടം. RT-PCR ടെസ്റ്റിന് 450 രൂപയും റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റിന് 350 രൂപയും വില. വീട്ടിലെത്തി സാമ്പിൾ ശേഖരിക്കുന്നതിന് പരമാവധി നിരക്ക് 200 രൂപ. മഹാരാഷ്ട്രയിൽ കനത്ത കാറ്റും മഴയും. നഗരപ്രദേശങ്ങളിൽ മിക്കയിടത്തും വെള്ളക്കെട്ട്. മുംബൈയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച കാലാവസ്ഥാ വകുപ്പ്. കർണാടകയിലെ അൺലോക്ക് നടപടികൾ 4 മുതൽ 5 ഘട്ടങ്ങളിലായി നടപ്പാക്കുമെന്ന് മന്ത്രി അശോക. നിലവിലെ ലോക്ഡൌൺ ജൂൺ 14 അവസാനിക്കും. ഉത്തർപ്രദേശിൽ വെന്റിലേറ്ററിൽ കഴിഞ്ഞ രോഗികളുടെ ഓക്സിജൻ ബന്ധം വിച്ഛേദിച്ച് മോക്ഡ്രിൽ നടത്തിയ ആശുപത്രിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ആഗ്രയിലെ പാരാസ് ആശുപത്രിയുടെ ലൈസൻസാണ് സസ്പെൻഡ് ചെയ്തത്. ആശുപത്രി ഉടമയെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ്. പാർലമെന്റ് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി യോഗം ഈ മാസം 16-ന്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ആദ്യ യോഗം ചേരുന്നത് കോവിഡ് 2ാം തരംഗ പശ്ചാത്തലത്തിൽ. വാക്സിനേഷൻ പോളിസി ചർച്ച ചെയ്യാൻ സാധ്യത. ഭോപ്പാൽ ഇൻഡോർ വിമാനത്താവളങ്ങളിലെ സുരക്ഷ വർദ്ധിപ്പിച്ചു. നടപടി ഭീഷണി സന്ദേശത്തെ തുടർന്ന്. സന്ദേശം അയച്ച മധ്യപ്രദേശ് സ്വദേശി പിടിയിൽ. കോവിഡ് ബാധിതയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർ അറസ്റ്റിൽ. സംഭവം കർണാടകയിലെ കൽബുർഗിയിൽ. ഗുൽബർഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കാർഡിയോളജി വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന 25-കാരിയെയാണ് പീഡിപ്പിച്ചത്. പഞ്ചാബിൽ നിന്നുള്ള 2 ഗുണ്ടാ നേതാക്കളെ കൊൽക്കത്തയിലെ ഏറ്റുമുട്ടലിൽ വധിച്ചു. കൊല്ലപ്പെട്ടത് ജയ്പാൽ ഭുള്ളർ, ജസ്നി ഖറാർ എന്നിവർ. പഞ്ചാബ് പോലീസും കൊൽക്കത്ത പോലീസും സംയുക്തമായാണ് ഏറ്റുമുട്ടൽ നടത്തിയത്. അന്താരാഷ്ട്ര വാർത്തകൾ. നൈജീരിയയുടെ ട്വിറ്റർ നിരോധനത്തെ സ്വാഗതം ചെയ്ത അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമൂഹമാധ്യമങ്ങൾ നിരോധിക്കുന്ന നടപടി കൂടുതൽ രാജ്യങ്ങൾ സ്വീകരിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാഖിൽ വാക്സിനേഷൻ സുഗമമാക്കാൻ നടപടികളുമായി സർക്കാർ. വിദ്യാർത്ഥികൾ, അധ്യാപകർ, സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. പാകിസ്ഥാനിൽ സിഗരറ്റിന്റെയും പുകയിലയുടെയും നികുതി വർദ്ധിപ്പിക്കാനൊരുങ്ങി ഇമ്രാൻഖാൻ സർക്കാർ. നടപടി സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന്റെ ഭാഗമായെന്ന് വിശദീകരണം. സർക്കാർ ലക്ഷ്യമിടുന്നത് 30% വർധന. ജപ്പാനെതിരെ പ്രകോപനം തുടർന്ന് ചൈന. കിഴക്കൻ ചൈന കടലിൽ നിന്നും പസഫിക് മേഖലയിലേക്ക് സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചു. ചൈനയുടെ നീക്കത്തെ ചെറുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ജപ്പാൻ. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ ന്യൂസിലൻഡ് സജ്ജമല്ലെന്ന് കാലാവസ്ഥാ കമ്മീഷൻ റിപ്പോർട്ട്. നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യം. റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്ത് ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആർഡൺ. ദക്ഷിണ കൊറിയയിൽ 5 നില കെട്ടിടം ബസ്സിന് മുകളിൽ വീണ് 9 മരണം. 8 പേർക്ക് ഗുരുതരമായി പരുക്കേറ്റു. 17 പേർ സഞ്ചരിച്ചിരുന്ന ബസ്സിന് മുകളിലേക്കാണ് കെട്ടിടം തകർന്നു വീണത്. കോവിഡ് മുക്തമായ 18 മാസങ്ങൾക്ക് ശേഷം തായ്വാനിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷം. പ്രതിദിനം കോവിഡ് സ്ഥിരീകരിക്കുന്നത് 15,000-ലധികം പേർക്ക്. തായ്വാനിൽ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത് മെയ് പകുതിയോടെ. കൂടുതൽ അൺലോക്ക് നടപടികളുമായി ഫ്രാൻസും ബെൽജിയവും. ബാറുകളിലും റെസ്റ്റോറന്റുകളിലും ആളുകളെ പ്രവേശിപ്പിക്കും. നടപടി വേനൽക്കാല വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായി. കുട്ടികളിൽ കോവിഡ് സ്ഥിരീകരിക്കുന്നതിൽ സ്കോട്ട്ലൻഡിൽ റെക്കോർഡ് വർധന. 0 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളിൽ ഒരാഴ്ചക്കിടെ രോഗം സ്ഥിരീകരിച്ചത് 2000-ഓളം പേർക്ക്. മെയ് ആദ്യം മുതൽ രേഖപ്പെടുത്തിയത് 4 ഇരട്ടി വർധനയെന്നും അധികൃതർ. അമേരിക്കയിൽ ചൈനീസ് ആപ്പുകളായ ടിക്ടോക്ക്, വിചാറ്റ് എന്നിവ റദ്ദാക്കുന്നതിനായുള്ള ഉത്തരവ് പിൻവലിച്ച് പ്രസിഡന്റ് ജോ ബൈഡൻ. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് കാട്ടി മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ആപ്പുകൾ നിരോധിക്കാൻ ഉത്തരവിട്ടത്. സ്പോർട്സ് ന്യൂസ്. അന്താരാഷ്ട്ര സൗഹൃദ ഫുട്ബോളിൽ ഫ്രാൻസിന് ജയം. എതിരില്ലാത്ത 3 ഗോളിന് ബൾഗേറിയയെ പരാജയപ്പെടുത്തി. ഒലിവർ ജിറൂഡിന് ഇരട്ട ഗോൾ. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ കൊളംബിയ അർജന്റീന മത്സരം സമനിലയിൽ. ഇരു ടീമുകളും 2 ഗോൾ നേടി സമനില പാലിച്ചു. ലോകകപ്പ് യോഗ്യതാ പോരാട്ടത്തിൽ ബ്രസീലിന് ജയം. പാരഗ്വയെ പരാജയപ്പെടുത്തിയതില്ലാത്ത 2 ഗോളുകൾക്ക്. ബ്രസീലിനായി ലൂക്കാസ് പെക്വേറ്റയും നെയ്മറും ഗോൾ നേടി. ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിൽ 1783 പേർക്ക് കൂടി കോവിഡ്. 1670 പേർക്കും രോഗബാധ സമ്പർക്കത്തിലൂടെ. ജില്ലയിൽ 1503 പേർ രോഗമുക്തരായി.
സംസ്ഥാനത്തെ പുതിയ വൈൽഡ് ലൈഫ് വാർഡനായി ബെന്നിച്ചൻ തോമസ് ചുമതലയേറ്റു. വനമാസ്ഥാനത്ത് പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. കോട്ടയം കിടങ്ങൂർ സ്വദേശിയായ ബെന്നിച്ചൻ തോമസ് കേരള കാഡർ 1988 ബാച്ചിലെ IFS ഉദ്യോഗസ്ഥനാണ്. കൊല്ലം ജില്ലയിൽ 1882 പേർക്ക് കൂടി കോവിഡ്. 1841 പേർക്കും രോഗബാധ. സമ്പർക്കത്തിലൂടെ ജില്ലയിൽ 2505 പേർ രോഗമുക്തരായി. കൊല്ലത്ത് പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ വേറിട്ട പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. പുനലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പമ്പുകൾക്ക് മുന്നിൽ പ്രവർത്തകരെ പാളയിൽ വലിച്ചായിരുന്നു സമരം. കൊല്ലം കരവാളൂരിൽ കവർച്ചാശ്രമങ്ങൾ പതിവാകുന്നു. പ്രദേശത്തെ വീടുകളിൽ നിരവധി തവണ മോഷണ ശ്രമം ഉണ്ടായതായി നാട്ടുകാർ. അന്വേഷണം ആരംഭിച്ച് പുനലൂർ പോലീസ്. പത്തനംതിട്ട ജില്ലയിൽ 545 പേർക്ക് കൂടി കോവിഡ്. 511 പേർക്ക് രോഗമുക്തി. ജില്ലയിൽ നിലവിൽ ചികിത്സയിലുള്ളത് 5302 പേർ. ആലപ്പുഴയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സഹായവുമായി SFI. കാർത്തികപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശേഖരിച്ച പൾസ് ഓക്സിമീറ്ററുകൾ വിതരണം ചെയ്തു. ഏരിയ പരിധിയിലെ മുഴുവൻ പഞ്ചായത്തുകളിലും വിതരണം സംഘടിപ്പിക്കാൻ തീരുമാനം. കോട്ടയത്ത് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം നൽകി കേരള കോൺഗ്രസ് എം പ്രവർത്തകർ. അയർക്കുന്നം പഞ്ചായത്ത് 17ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം. വിതരണോദ്ഘാടനം നിർവഹിച്ച് കോട്ടയം ജില്ലാ ഓഫീസ് ചാർജ് ജനറൽ സെക്രട്ടറി ജോസഫ് ചാമക്കാല. ഇടുക്കി ജില്ലയിൽ 451 പേർക്ക് കൂടി കോവിഡ്. 497 പേർക്ക് രോഗമുക്തി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.53%. തൊടുപുഴ കുമാരമംഗലത്ത് സൗജന്യ ഭക്ഷണ കിറ്റ് വിതരണവുമായി AIYF പ്രവർത്തകർ. ഭക്ഷണം വിതരണം ചെയ്തത് കോവിഡ് ബാധിതർക്കും ക്വാറന്റീനിൽ കഴിയുന്നവർക്കും. പ്രവർത്തനങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗം VR പ്രമോദിന്റെ നേതൃത്വത്തിൽ. കുപ്രസിദ്ധ മോഷ്ടാവിനെ അറസ്റ്റ് ചെയ്ത ആലുവ പോലീസ്. ഊരമന സ്വദേശി അനിൽ വാവയാണ് പിടിയിലായത്. പ്രതി തൃശൂർ, കോട്ടയം ജില്ലകളിലായി നിരവധി മോഷണ കേസുകളിൽ പ്രതിയെന്ന് പോലീസ്. എറണാകുളം പിറവത്ത് പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ പ്രതിഷേധവുമായി AITUC പെട്രോൾ പമ്പിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. സമരം ഉദ്ഘാടനം ചെയ്ത് AITUC ജില്ലാ സെക്രട്ടറി KN ഗോപി. എറണാകുളത്ത് ലോക്ഡൌണിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായവുമായി ആത്മമിത്രം നോൺ പ്രോഫിറ്റ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. കുട്ടമ്പുഴ ആദിവാസി കോളനിയിലേക്കായി ഭക്ഷ്യക്കിറ്റുകൾ സംഭാവന ചെയ്തു. ഭക്ഷണ സാധനങ്ങൾ കുട്ടമ്പുഴ പോലീസിന് കൈമാറി. കേരളത്തിന്റെ തീരങ്ങൾ സുരക്ഷിതമാകുന്നതിന് തീരദേശ സംരക്ഷണ അതോറിറ്റി രൂപീകരിക്കണമെന്ന് KCBC പ്രസിഡന്റ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. പ്രതികരണം ലോക സമുദ്ര ദിനവുമായി ബന്ധപ്പെട്ട് POCയിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ സഭാ നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും പങ്കെടുത്തു. എറണാകുളത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സഹായവുമായി പുനർജനി ചാരിറ്റബിൾ സൊസൈറ്റി. ഉദയംപേരൂർ പഞ്ചായത്തിലെ കോവിഡ് ചികിത്സാ കേന്ദ്രത്തിലേക്കായി ഓക്സിജൻ ആംബുലൻസ് നൽകി. താക്കോൽ പുനർജനി സെക്രട്ടറി ബിജു MD പഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളിക്ക് കൈമാറി. പലിശരഹിത വായ്പാ പദ്ധതിയുമായി പിറവം പാലക്കുഴ സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിൽ അംഗത്വമുള്ള കുടുംബത്തിലെ ഒരാൾക്ക് പലിശരഹിതമായി 5000 രൂപ വായ്പയായി നൽകും. പദ്ധതി കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ. തൃശൂരിൽ ശാസ്ത്രീയ മാലിന്യ സംസ്കരണ പദ്ധതിയുമായി വടക്കാഞ്ചേരി നഗരസഭ. മാലിന്യങ്ങൾ തരം തിരിച്ച് ശേഖരിക്കുന്നതിന് വേസ്റ്റ് ബിന്നുകൾ ലഭ്യമാക്കുകയാണ് പ്രവർത്തനം. കോവിഡും പകർച്ചവ്യാധികളും രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി. തൃശൂർ ജില്ലയിൽ 1447 പേർക്ക് കൂടി കോവിഡ്. 1433 പേർക്കും രോഗബാധ. സമ്പർക്കത്തിലൂടെ ജില്ലയിൽ നിലവിൽ ചികിത്സയിലുള്ളത് 9968 പേർ. പാലക്കാട് അട്ടപ്പാടിയിൽ 324 ലിറ്റർ വാഷ് പിടികൂടി. പ്ലാസ്റ്റിക് കുടങ്ങളിലായി സൂക്ഷിച്ച വാഷ് പിടിച്ചെടുത്തത് മണ്ണാർക്കാട് എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിൽ. ആനപ്രേമികളുടെ പ്രിയപ്പെട്ട കൊമ്പൻ മനിശ്ശേരി രഘുറാം ചരിഞ്ഞു. 53 വയസ്സായിരുന്നു. ശാരീരിക അവശതകളെ തുടർന്നാണ് ആന ചരിഞ്ഞത്. പാലക്കാട് മണ്ണാർക്കാട്ട് നോട്ട്ബുക്ക് ചാലഞ്ചുമായി ജനപ്രതിനിധി. തെങ്കരയിലെ പഞ്ചായത്ത് അംഗമായ ഗഫൂറാണ് വാർഡിലെ 300ഓളം വീടുകളിൽ നോട്ട്ബുക്കും പഠനോപകരണങ്ങളും എത്തിച്ചു നൽകിയത്. മലപ്പുറം ജില്ലയിൽ 1744 പേർക്ക് കൂടി കോവിഡ്. 1685 പേർക്കും രോഗബാധ. സമ്പർക്കത്തിലൂടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.16%. മലപ്പുറം തൃപ്പങ്കോടിൽ 5 ലിറ്റർ വാഷ് പിടികൂടി. കൈമലശ്ശേരി സ്വദേശി മണികണ്ഠനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. തിരൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. ആരാധനാലയങ്ങൾ തുറക്കാൻ അനുവദിക്കണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് MC മായിൻ ഹാജി. കോവിഡ് കേസുകൾ കുറയുന്ന സാഹചര്യത്തിൽ ഇളവ് അനുവദിക്കണമെന്ന ആവശ്യം. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ആരാധനാലയങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും MC മായിൻ ഹാജി.
വയനാട്ടിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സഹായവുമായി NGO യൂണിയൻ. മാനന്തവാടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട് മെഡിക്കൽ കോളേജിൽ 3000 സർജിക്കൽ മാസ്ക് വിതരണം ചെയ്തു. യൂണിയൻ സംസ്ഥാന സെക്രട്ടറി S. അജയ്കുമാർ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ദിനേശൻ മാസ്കുകൾ കൈമാറി. വയനാട് മേപ്പാടി ഗോവിന്ദൻപാറ പട്ടികവർഗ കോളനി സന്ദർശിച്ച് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. സന്ദർശനം കുട്ടികളുടെ ഓൺലൈൻ പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന്. വയനാട് ജില്ലയിൽ 310 പേർക്ക് കൂടി കോവിഡ്. 13.03% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 246 പേർക്ക് രോഗമുക്തി. കോവിഡ് കാലത്തെ മൃതദേഹ സംസ്കാര ചടങ്ങുകളിലെ സ്ത്രീ സാന്നിധ്യമായി ജോസ്ഗിരി സ്വദേശിനി ജിസ്ന ജോസഫ്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുള്ള മരണാനന്തര ചടങ്ങുകളിൽ PPE കിറ്റ് അണിഞ്ഞാണ് ജിസ്ന പങ്കാളിയാകുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലും മരണാനന്തര ചടങ്ങുകളിലും സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് ജിസ്ന ജോസഫ്. കാസർഗോഡ് ജില്ലയിൽ 533 പേർക്ക് കൂടി കോവിഡ്. 456 പേർക്ക് രോഗമുക്തി. ജില്ലയിൽ ചികിത്സയിലുള്ളത് 3831 പേർ. കാസർഗോഡ് 276 കുപ്പി വ്യാജമദ്യവുമായി 2 പേർ പിടിയിൽ. എറണാകുളം മള്ളൂർ സ്വദേശി മാഹിൻ, മൂവാറ്റുപുഴ സ്വദേശി ഷിഹാബ് എന്നിവരാണ് അറസ്റ്റിലായത്. പിടികൂടിയത് ദേശീയപാതയിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ. 100 ന്യൂസ് തുടർന്നു. ഇനി എന്റർടൈൻമെന്റ് ന്യൂസ്. മലയാളിയായി വിനിൽ മാത്യു സംവിധാനം ചെയ്യുന്ന ഹിന്ദി ചിത്രം ഹസീൻ ദിൽറുബയുടെ ടീസർ പുറത്ത്. തപ്സി പന്നു നായിക വേഷത്തിലെത്തുന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ടി സീരീസും കളർ യെല്ലോ പ്രൊഡക്ഷൻസും ചേർന്ന്. ചിത്രം നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്യും. ഇന്ത്യൻ ചലച്ചിത്രകാരൻ സത്യജിത് റേ രചിച്ച ചെറുകഥകളെ ആസ്പദമാക്കി നെറ്റ്ഫ്ലിക്സ് നിർമ്മിച്ച ചിത്രം റായുടെ ട്രെയിലർ പുറത്ത്. 4 കഥാപാത്രങ്ങളുടെ കഥകൾ പറയുന്ന 4 ലഘുചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത് 3 സംവിധായകർ. ഫാക്ട് ചെക്ക്. വാക്സിൻ എടുത്ത പെൺകുട്ടി നൽകിയ വിവാഹ പരസ്യം എന്ന തലക്കെട്ടിൽ പ്രചരിക്കുന്നത് വ്യാജ സന്ദേശം. വാസ്തവത്തിൽ ഇത്തരമൊരു പരസ്യം പ്രസിദ്ധീകരിച്ചിട്ടില്ല. പ്രചരിക്കുന്നത് വ്യാജമായി നിർമ്മിച്ച ചിത്രം. 13,000 കോടിയിൽ തനിക്ക് ലഭിച്ചത് 32% മാത്രമെന്ന് വിവാദ വ്യവസായി നീരവ് മോദി കോടതിയിൽ പറഞ്ഞു. സത്യാവസ്ഥ പരിശോധിക്കാം. വിവാദ വ്യവസായി നീരവ് മോദി ലണ്ടൻ കോടതിയിൽ പറഞ്ഞത് എന്ന പേരിൽ ഒരു കുറിപ്പ് സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് കടന്നതല്ല, പുറത്താക്കപ്പെട്ടതാണ്. 13,000 കോടിയിൽ ലഭിച്ച പങ്ക് 32%. ബാക്കിയെടുത്തത് BJP നേതാക്കളുമെന്ന് നീരവ് മോദി പറഞ്ഞതായാണ് വാർത്തയിൽ. നിരവധി പേരാണ് കുറിപ്പ് ട്വിറ്ററിൽ പങ്കുവച്ചത്. എന്നാൽ ഈ കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ വ്യാജമാണ്. വാർത്താമാധ്യമങ്ങൾ ഇത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ കുറിപ്പിനൊപ്പം പ്രചരിക്കുന്ന ഓൺലൈൻ മാധ്യമത്തിന്റെ സ്ക്രീൻഷോട്ടും യഥാർത്ഥമല്ലെന്ന് കണ്ടെത്തി. നാളെ അറിയാം. മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇന്റർനെറ്റ് ലഭ്യത ഉറപ്പാക്കുന്നത് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം നാളെ രാവിലെ 11:30 സർവീസ് പ്രൊവൈഡർമാരുമായുള്ള യോഗം. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വീഡിയോ കോൺഫറൻസ് വഴിയാണ് യോഗം. 4 മാസത്തേക്കുള്ള വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കി നിയമസഭ നാളെ അനിശ്ചിതകാലത്തേക്ക് പിരിയും. ഒക്ടോബറിൽ സഭ വീണ്ടും സമ്മേളിച്ച് സമ്പൂർണ്ണ ബജറ്റ് പാസാക്കാൻ ആലോചന. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടണമെന്ന ശ്രദ്ധ ക്ഷണിക്കൽ PC വിശ്വനാഥും മോട്ടോർ വാഹന തൊഴിലാളികളുടെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന ശ്രദ്ധ ക്ഷണിക്കൽ K. ബാബുവും അവതരിപ്പിക്കും. സംസ്ഥാനത്തെ വാക്സിൻ വിതരണത്തിലെ ആശങ്കകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള വിവിധ ഹർജികൾ ഹൈക്കോടതി നാളെ വീണ്ടും പരിഗണിക്കും. RT-PCR പരിശോധന നിരക്ക് കുറച്ചതിനെതിരെ സ്വകാര്യ ലാബ് ഉടമകൾ നൽകിയ അപ്പീൽ ഹർജിയും ഹൈക്കോടതി പരിഗണിക്കും. കൊടകര കള്ളപ്പണം കവർച്ചാ കേസിന്റെ മറവിൽ BJP നേതാക്കളെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് നാളെ BJP സമരജ്വാല സംഘടിപ്പിക്കും. സംസ്ഥാനത്തെ 10,000-ലധികം കേന്ദ്രങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തും.